ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ തിരിച്ചെത്തി. അപ്പോൾ ഇവിടെ ഒരു മാസം മുമ്പ് കേട്ടോ ഐക്യ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന്യൂ മോൾ ലുലു ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഐക്യ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അവിടേക്കൊന്ന് പോയിട്ട് വന്നാലോ? അപ്പോൾ നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഐക്യ ഉള്ളത് അവന്യൂ മോളിലാണ്. അപ്പോൾ അവന്യൂ മോളിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇത് ഇപ്പോൾ പണിതേക്കുന്നത് അവർ. അപ്പോൾ പുറത്തുനിന്ന് തന്നെ നമുക്ക് പോകുമ്പോൾ വലിയ ബോർഡൊക്കെ കാണാം ഐക്യയുടെ. അപ്പോൾ ആ ബ്ലൂ ആൻഡ് യെല്ലോ ഷെയ്ഡ് തന്നെ ഭയങ്കര ഫേമസ് ആണല്ലോ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ഐക്യ ഉള്ളത്. അപ്പോൾ കയറി കഴിഞ്ഞാൽ നല്ല പുറത്തുനിന്ന് തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ കാണാം കേട്ടോ. ഹൗസിലേക്ക് വേണ്ട എല്ലാ വക സാധനങ്ങളും ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല 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 പീസസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും അത്രയധികം കൂടുതലല്ല. അതാണ് ഭയങ്കര ഐക്യയുടെ അട്രാക്ഷൻ ഉള്ളത്. നമുക്കിപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പിന്നെ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയേക്കുന്നത് ഹോം സെൻറ്ററിലൊക്കെ എന്തായാലും ഏകദേശം കോസ്റ്റ്ലി ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ സാധനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല. നമുക്ക് ഒരു മോഡറേറ്റ് പ്രൈസ് എന്ന് പറയാൻ പറ്റും. അതിന് പല വെറൈറ്റിയും കൂടി ആകുമ്പോൾ നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഡിറ്റാച്ച് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ടൈപ്പ് മോഡൽ സാധനങ്ങളൊക്കെ വരുമ്പോൾ അത് ഭയങ്കര രസമാണ്. പിന്നെ അവർ പ്രത്യേകിച്ച് ഓരോ കിച്ചണൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ വീടൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് സ്പെഷ്യലി ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഐഡിയാസ് കിട്ടും. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ പെൻസിലൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്. പെൻസിലുണ്ട്. പിന്നെ അങ്ങനെ തന്നെ ഒരു മെഷറിംഗ് ടേപ്പ്, ഇങ്ങനെ യൂസ് ആൻഡ് ത്രോ ടൈപ്പ് മെഷറിംഗ് ടേപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഫർണിച്ചറിൻ്റെ നീളം, നമുക്ക് കബോർഡിൻ്റെ വലുപ്പം അതൊക്കെ അനുസരിച്ച് മെഷർ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് കബോർഡൊക്കെ വാങ്ങിക്കാം. വേണമെങ്കിൽ നമുക്ക് ഓർഡറും ചെയ്യണ്ടോ. ഇത് കണ്ടോ, സോഫയുടെ ഉള്ളിലേക്ക് വയ്ക്കാൻ പറ്റിയ ഒരു ടേബിളാണ്. സെൻറ്റർ ടേബിൾ അല്ല, സൈഡ് ടേബിൾ പോലെ. അപ്പോൾ നമുക്ക് സോഫയുടെ അടിയിലേക്ക് ഇങ്ങനെ കാലിൻ്റെ അവിടേക്ക് ഇട്ട് പോവുകയും ചെയ്യാം. അങ്ങനെ തന്നെ സെൻറ്റർ ടേബിൾ പല വെറൈറ്റി. അപ്പോൾ ഞങ്ങളൊരു ചെറിയ സെൻറ്റർ ടേബിൾ വാങ്ങിച്ചായിരുന്നു. ഇങ്ങനത്തെ ഈ സെൻറ്റർ ടേബിൾ കണ്ടോ, ഇതിങ്ങനെ ക്ലോസ് ആവും, നല്ല രസമുണ്ട്. അതുകൊണ്ട് ഉള്ളിലേക്ക് നമുക്ക് സാധനങ്ങൾ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനെ മുമ്പ് കണ്ടായിരുന്നു, ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, അതിന് ശേഷം അത് സാധനങ്ങൾ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് മുമ്പിലേക്ക് ഇങ്ങനെ സോഫയിലിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരാം. അങ്ങനെ ഒരു ടേബിളായിരുന്നു. ഈ ക്യാൻഡിൽ സ്റ്റാൻഡ് ആയാലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് കാണാനും നല്ല രസമാണ്. അപ്പോൾ നമുക്ക് കുറേ ഐഡിയാസും കിട്ടും, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഒരു റൂംസ്, ബെഡ്റൂം അല്ലെങ്കിൽ കിഡ്സ് റൂം അതൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നല്ല ഒരു ഐഡിയാസ് കിട്ടും. പിന്നെ വാൾ മൗണ്ടഡ് കബേർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പേസൊക്കെ ഫ്ലാറ്റിൽ സ്പെഷ്യലി താമസിക്കുന്ന ആൾക്കാർക്ക് വാൾ മൗണ്ടഡ് കബേർഡ്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ പല സൈസിൻ്റെയും പല ഷേപ്പിൻ്റെ കളേഴ്സ് ആയാലും അങ്ങനത്തെ കുറേ ഇങ്ങനെ സ്ലാബ് പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല ഐഡിയാസും കിട്ടും. പിന്നെ ഇങ്ങനത്തെ ഒരു ടേബിൾ ഫോൾഡബിൾ ടേബിളാണ്, സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഡൈനിങ് ടേബിളായിട്ടും യൂസ് ചെയ്യാം കിച്ചണിലൊക്കെ. അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ കിച്ചണിൻ്റെ അവിടെ ഏരിയയിലേക്ക് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരില്ല. അങ്ങനെ ഫോർക്കും സ്പൂണിൻ്റെ സെറ്റും കുറേ മഗ്ഗുകളും ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിത് കണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. ഓരോ ഐഡിയാസൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് എടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചാൽ മതി. അപ്പോൾ ക്യാപ്പ് പോലെ ആയിരിക്കും. അപ്പോൾ പോരാനായിട്ട് നല്ല എളുപ്പം. പ്ലാസ്റ്റിക് കവർ ക്ലോസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിന് സാധനങ്ങൾ എടുക്കാൻ നല്ലൊരു സാധനമായിരുന്നു. അത് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളും ഐഡിയാസ് നമുക്ക് കിട്ടുമ്പോൾ അത് നല്ല ബോട്ടിൽസിനെ കണ്ടോ, ഈ ലൈറ്റ് നല്ല സൂപ്പറായിട്ടില്ലേ, നല്ല ഇഷ്ടമായി. നല്ല കോർണറിലൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു ആ ലൈറ്റ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ലൈറ്റിൻ്റെ ഏരിയ, ടേബിൾ ലൈറ്റ് അങ്ങനത്തെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മിററും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളത് വീട്ടിലേക്ക് എത്തി. പിള്ളേർക്കായാലും അത് സന്തോഷം. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നാട്ടിൽ പോയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ കൊണ്ടത്. വാങ്ങിച്ചത് ഒരു ചെറിയൊരു ക്യാൻഡിലാണ്. പിന്നെ നമുക്ക് വൈനൊക്കെ ഇടാനായിട്ട് തന്നെ ചെറിയൊരു ഗ്ലാസ് ജാർ, പിന്നെ ടിഷ്യൂ പേപ്പർ ഹോൾഡർ, പിന്നെ ഇതൊരു ആമാണ്. അപ്പോൾ നമുക്ക് ഹെഡ്സെറ്റൊക്കെ പിള്ളേർക്ക് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അവർ കുറച്ച് നാളായിട്ട് പറയണ്ടായിരുന്നു. മുമ്പ് ഞങ്ങൾ ദുബായി പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാണ് സംഭവം. അതിങ്ങനെ ഫോൾഡബിളാണ്, ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ആക്കാം. അപ്പോൾ അവർക്ക് പിള്ളേരല്ലേ, അവർക്കൊരു കൗതുകം ഇതൊക്കെ കാണുമ്പോൾ. എന്നിട്ട് നമുക്ക് അതിൽ വേണമെങ്കിൽ ഒരു ഹെഡ്ഫോണോ എന്തെങ്കിലും നമുക്കിങ്ങനെ തൂക്കി വയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പം അങ്ങനെ ഒരു ഐക്യയുടെ
ചെറിയൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.